ഇസ്രയേലി ടാങ്ക് ഷെല്ലാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ അധികാരികൾ പറഞ്ഞതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം റഫയുടെ പടിഞ്ഞാറുള്ള കുടാര ക്യാമ്പിൽ ആക്രമണം നടത്തിയത് ഇസ്രയേൽ സൈന്യം നിഷേധിക്കുകയാണുണ്ടായത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അപ്പീൽ നിരസിച്ചുകൊണ്ട് ഒരു രാത്രി കനത്ത ബോംബാക്രമണത്തിന് ശേഷം ഇസ്രയേൽ ടാങ്കുകൾ ആദ്യമായി റഫയുടെ ഹൃദയത്തിലേക്ക് മുന്നേറുകയായിരുന്നു. സ്പെയിൻ, അയർലൻഡ്, നോർവേ എന്നീ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചതാണ്. ഇത് ഇസ്രയേലിന്റെ വിദ്വേഷത്തിന് കൂടുതൽ ആഴമുളവാക്കി. ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റഫേലെ ഒരു വലിയ ഇസ്രയേൽ കര ആക്രമണത്തോടുള്ള എതിർപ്പ് ആവർത്തിക്കുകയുമുണ്ടായി. എന്നാൽ അത്തരമൊരു ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. റഫേലെ വലിയ ആക്രമണം എന്തായിരിക്കുമെന്നതിനെ കുറിച്ചുള്ള യുഎസിന്റെ വീക്ഷണം വിവരിച്ചുകൊണ്ട് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി മാധ്യമ പ്രവർത്തകരോടാണ് ഇപ്രകാരം പറഞ്ഞത്. നിലത്തിൽ ഒന്നിലധികം ലക്ഷ്യങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഏകോപിത കുസൃതികളിൽ നിരകളിലും രൂപീകരണങ്ങളിലും വലിയ തോതിൽ സൈനികർ ഉൾപ്പെടുന്നതാണ്. അതൊരു വലിയ ഗ്രൗണ്ട് ഓപ്പറേഷൻ ആയിരിക്കുമെന്നും കിർബി കൂട്ടിച്ചേർത്തു. ഞങ്ങളത് കണ്ടിട്ടില്ല. മറ്റൊരു ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം ആഗോള അപലപത്തിന് കാരണമായി 2 ദിവസത്തിന് ശേഷം ഗാസ എമർജൻസി സർവീസ് കഴിഞ്ഞ ദിവസം 4 ടാങ്ക് ഷെല്ലുകൾ അമൽവാസിയിലെ കൂടാരങ്ങളുടെ കൂട്ടത്തിൽ ഇടിച്ചതായും പറയുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം മരിച്ചവരിൽ 12 പേരെങ്കിലും സ്ത്രീകളാണെന്ന് ഹമാസ് തീവ്രവാദികൾ നടത്തുന്ന പലസ്തീൻ എൻക്ലേവിലെ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. എന്നാൽ ഇസ്രയേൽ സൈന്യം പിന്നീട് ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമായി അൽമവാസിയിലെ ഹ്യൂമാനിറ്റേറിയൻ ഏരിയയിൽ IDF ആക്രമണം നടത്തിയിട്ടില്ല. മെയ് ആദ്യം റാഫേൽ നുഴഞ്ഞുകയറ്റം ആരംഭിച്ചപ്പോൾ ഏകദേശം 8 മാസം നീണ്ട യുദ്ധത്തിൽ കുടിയിറക്കപ്പെട്ട 1 ദശലക്ഷത്തോളം പലസ്തീൻ സിവിലിയന്മാരോട് അമൽവാസിയിലേക്ക് പലായനം ചെയ്യാൻ ഇസ്രയേൽ പറഞ്ഞിരുന്നു. അതിനുശേഷം നിരവധി പേർ റഫേൽ നിന്ന് പലായനം ചെയ്തതായി പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി UNRWA കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. സെൻട്രൽ റഫേൽ ടാങ്കുകളും യന്ത്രത്തോക്കുകൾ ഘടിപ്പിച്ച കവചിത വാഹനങ്ങളും നഗരത്തിന്റെ നാഴികക്കല്ലായ അലവ്ദ പള്ളിക്ക് സമീപം കണ്ടതായി ദൃക്സാക്ഷികൾ ഉൾപ്പെടെ റോയിട്ടേഴ്സിനോട് റിപ്പോർട്ട് ചെയ്തിരുന്നു. നഗരമധ്യത്തിലേക്കുള്ള മുന്നേറ്റത്തെക്കുറിച്ച് പ്രതികരിക്കാതെ റഫ മേഖലയിൽ തങ്ങളുടെ സൈന്യം പ്രവർത്തനം തുടരുകയാണെന്നും ഇസ്രയേൽ സൈന്യം പറഞ്ഞിരുന്നു. നഗരത്തിന്റെ പടിഞ്ഞാറൻ ജില്ലയിലെ ഒരു ടെന്റ് ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ കുറഞ്ഞത് 45 പേരോളമാണ് കൊല്ലപ്പെട്ടത്. കൂടാതെ ഇസ്രയേലിന്റെ 3 ആഴ്ച പഴക്കമുള്ള റഫ ആക്രമണത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര അസ്വസ്ഥത പ്രകോപനമായി മാറുകയും ചെയ്തിരുന്നു. കൂടാതെ ഇസ്രയേലും പലസ്തീനിയൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹമാസും തമ്മിൽ 2024 മെയ് 27 ഇസ്രയേൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിനിടയിൽ ഇസ്രയേൽ ഗാസ അതിർത്തിക്ക് സമീപം ഒരു ടാങ്ക് കുതന്ത്രമുണ്ട്. കൂടാതെ 2 മുതിർന്ന ഹമാസ് പ്രവർത്തകരെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് സാധാരണക്കാർക്ക് ജീവഹാനി വരുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നെന്നും ഇസ്രയേൽ സമ്മതിച്ചതാണ്. നിർഭാഗ്യവശാൽ എന്തോ ദാരുണമായി തെറ്റ് സംഭവിച്ചപ്പോൾ സാധാരണക്കാർക്ക് ദോഷം സംഭവിച്ചതായും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അപലപിച്ചിരുന്നു. മറ്റെവിടെയെങ്കിലും പോരാടി വേരോടെ പിഴുതെറിയപ്പെട്ട കുടുംബങ്ങൾ അഭയം തേടിയ റഫയിലെ നിയുക്ത മാനുഷിക മേഖലയിലുണ്ടായ തീപിടുത്തത്തിൽ ആഗോള നേതാക്കൾ ഭയാനകമായി ശബ്ദമുയർത്തിയിരുന്നതുമാണ്. ഇസ്രയേലിന്റെ ആക്രമണം തടയാൻ കഴിഞ്ഞ ആഴ്ച ലോക കോടതി ഉത്തരവ് നടപ്പാക്കാൻ അവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതാണ്. കൂടാതെ റഫയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം UN സുരക്ഷാ കൗൺസിൽ യോഗം അടച്ചതിനു ശേഷം അൾജീരിയയിലെ UN അംബാസഡർ അമർ ബെൻജാമ പറഞ്ഞത് റഫയിലെ കൊലപാതകം നിർത്താൻ രാജ്യം ഒരു കരട് കൗൺസിൽ പ്രമേയം നിർദ്ദേശിക്കുമെന്നതാണ്. കഴിഞ്ഞ ദിവസം നടന്ന വ്യോമാക്രമണം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു വളപ്പിന് സമീപം സൂക്ഷിച്ചിരുന്ന യുദ്ധോപകരണങ്ങൾ തീയിട്ട് തീപിടുത്തം തീർക്കാൻ സാധ്യതയുണ്ടെന്ന് പരിശോധിച്ചു വരികയാണെന്നും ഇസ്രയേൽ സൈന്യം അറിയിച്ചിരുന്നതാണ്. വ്യോമാക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ബൈഡൻ ഭരണകൂടവും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നതാണ്. എന്താണ് ഞായറാഴ്ച സംഭവിച്ചതെന്ന് US വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും പറഞ്ഞു. ദുരന്തം എന്ന വാക്ക് വിവരിക്കാൻ പോലും തുടങ്ങുന്നില്ല. എന്നാൽ ഞായറാഴ്ചയോ ചൊവ്വാഴ്ചയോ നടന്ന സംഭവങ്ങളിൽ ഇസ്രയേലിനുള്ള സൈനിക സഹായം നിർത്താൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്ന ഒന്നുമില്ലെന്നും കിർബി കൂട്ടിച്ചേർത്തിരുന്നു. സഹായ ശ്രമങ്ങൾക്ക് കൂടുതൽ തിരിച്ചടിയാകുകയാണ് ഉണ്ടായത്. ഗസയുടെ തീരത്ത് US മിലിറ്ററിയുടെ ഒരു ഭാഗം തകർന്നുപോയി. മോശം കാലാവസ്ഥ കാരണം അത് താൽക്കാലികമായി പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തു എന്നും 2 US ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഗസയിലെ യുദ്ധം പൊട്ടിപ്പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ചർച്ചകൾ നടത്തിയിരുന്ന സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം റഫയിലെ പലസ്തീൻ കൂടാരങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വംശഹത്യ നടത്തുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തു. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇസ്രയേലിന് ഉത്തരവാദിത്തമുണ്ടെന്നും അവർ ആരോപിച്ചു. കൂടാതെ വെടിനിർത്തൽ കരാർ, ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുക തുടങ്ങിയ ചർച്ചകൾ പുനരുജ്ജീവിക്കുവാൻ ഈജിപ്റ്റ് വീണ്ടും ഖത്തറിനോടും US-നോടും ചേർന്ന് ശ്രമിക്കുകയാണ്. എന്നാൽ റഫയ്ക്ക് എതിരായ ഇസ്രയേലിന്റെ ആക്രമണം ശ്രമങ്ങൾക്ക് തടസ്സമായെന്ന് കെയ്റോയുടെ സ്റ്റേറ്റ് അഫിലിയേറ്റഡ് അൽ ഗഹേറ ന്യൂസ് TV ചാനൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.